ശിവപ്രീതിക്കായി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചും വ്രതം നോറ്റും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും രാത്രി ഉറങ്ങാതെ ഇരുന്നുമാണ് ഭക്തരിന്ന് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലെല്ലാം വളരെ വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിലെ ആഘോഷ കാഴ്ചകൾ എന്താണെന്ന് അറിയണം. അവിടുത്തെ ഭക്തജന തിരക്കുണ്ടോ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അറിയേണ്ടതില്ലേ. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് രാഹുൽജി നാഥും ഒപ്പം മലപ്പുറത്തെ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ നിന്ന് അരുൺ അമൃതനാഥും ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാഹുൽജി നാഥിലേക്ക് പോകാം. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്നാണ് രാഹുൽജി നാഥ് ചേരുന്നത്. രാഹുൽ, ഈ ക്ഷേത്രത്തിലെ പൂജകൾ കാര്യങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ശിവരാത്രി ദിവസമാണ്, നമുക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഈ നമ്മുടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ദർശിക്കാൻ പറ്റാത്ത തരം തിരക്കാണ്. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ശിവക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. അപ്പോൾ ഇന്ന് ഈ ശിവരാത്രി ദിനത്തിൽ തിരക്ക് എത്രത്തോളമാണ്? ഒപ്പം പൂജകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ രാഹുൽ? നമുക്ക് തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്ര പേര് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവരുടെ പ്രാർത്ഥനകൾ ഇന്ന് രാത്രി വരെ തുടരുന്ന പ്രാർത്ഥനകളാണ്. അവരുടെ വ്രതം അതും രാത്രി വരെ തുടരുന്നതാണ്. കരിങ്കുവള മാലകളുമായി ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെ നിങ്ങൾ കാണാം. പ്രായഭേദമന്യേ ഈ പറയുന്ന രീതിയിൽ എല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്നപ്പോൾ കണ്ട കാഴ്ചയല്ല, അതിനപ്പുറത്തേക്ക് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ ഈ പറയുന്നത് പോലെ നാമജപ മുഖരിതമാണ് അന്തരീക്ഷം. നാമജപം ഇങ്ങനെ ക്ഷേത്രത്തിനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രാത്രി വരെ തുടരുന്ന നാമജപമാണുള്ളത്. ശിവനെ സ്തുതിച്ചുകൊണ്ട് ശിവനെ കാണാനായി ഈ പറഞ്ഞതുപോലെ പ്രായഭേദമന്യേ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലുള്ളത്. അവർ കാത്തിരിക്കുന്നത് പരമശിവനെ കാണാനാണ്. അവർ അവർ ആർക്കു വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ വ്രതം എടുത്തത്, ഈ പറയുന്നതുപോലെ പലരെയും നമ്മൾ കണ്ട് സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം പറയുന്നത് ഈ ദിവസത്തിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്, ഈ വ്രതം നോറ്റത് ഈ ദിവസത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അവരുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളെല്ലാം അറിയിക്കാനായാണ് അവർ കാത്തു നിൽക്കുന്നത്. അവരുടെ ചുണ്ടുകളിൽ ഈ പറയുന്നത് പോലെ മന്ത്രമുഖരിതമാണ്. അതുകൂടാതെ ഇവിടെ ഈ ചുണ്ടുകളിലൂടെയുള്ള മന്ത്രങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഓം നമഃശിവായ എന്ന് എഴുതിക്കൊണ്ട് ഈ നടയ്ക്ക് ചുറ്റും വലം വെച്ച് ആ നടയിൽ ആ ഒരു പേപ്പർ കഷ്ണം അക്ഷരങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. എന്തായാലും ഇനിയും തിരക്ക് കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ രാവിലെ വന്നവർ അമ്പലം വിട്ടു പോകുന്നില്ല, അമ്പല പരിസരം വിട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ നിരവധി ഭക്തർ അമ്പലത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ആരെയും ഭക്തനാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലുള്ളത്. ശരി രാഹുൽ, മടങ്ങി വരാം. അങ്ങനെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. ശിവരാത്രി ദിവസമാണ്. ഇന്നെന്താണെങ്കിലും വലിയ തിരക്കായിരിക്കും എല്ലാ ശിവക്ഷേത്രങ്ങളിലും അനുഭവപ്പെടുക. പൂജകളൊക്കെ അവിടെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മലപ്പുറത്തേക്ക് പോകുന്നു, അരുൺ അമർനാഥിലേക്ക് പോകുന്നു. അരുൺ അമർനാഥ് നിൽക്കുന്നത് ത്രിപുരാന്തക ക്ഷേത്രത്തിലാണ്. അരുൺ, നമുക്ക് ഈ ശിവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത്, കോളേജിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ശിവരാത്രി സമയം ഉറക്കമൊഴിക്കുമ്പോൾ ഉള്ള ഏക ഒരു ആവശ്യം എന്ന് പറയുന്നത് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണം എന്നുള്ളത് മാത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഉറക്കമൊഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉറക്കമൊഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടാകുന്ന ഒരു അവസ്ഥ അത് പറയാനും പറ്റില്ല. നമ്മളിങ്ങനെ ക്ലാസ്സിലൊക്കെ പോയിരിക്കുമ്പോൾ മറ്റേ ഉറങ്ങി തൂങ്ങുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ത്രിപുരാന്തക ക്ഷേത്രത്തിലാണ് അരുൺ നിൽക്കുന്നത്. ഈ അരുൺ അവിടെ നിൽക്കുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഈ ഉറക്കമൊഴിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ അരുണിന് ഓർമ്മ വരുന്നുണ്ടോ? ഒപ്പം ഈ ത്രിപുരാന്തക ക്ഷേത്രം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? ഭക്തി നിർഭരം തന്നെയല്ലേ? സുപ്രഭാതം. ഈ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്താൽ മുഖരിതമാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. പ്രത്യേകിച്ചും ശിവരാത്രി ദിനത്തിൽ ഈ ക്ഷേത്രത്തിലുള്ള ഒരു ഭക്തജന തിരക്ക് പതിവിൽ നിന്നും വ്യത്യസ്തമാണ്. ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ തന്നെ ഭക്തരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സേതു ചോദിച്ചതുപോലെ തന്നെ അതൊക്കെ നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഈ ഉറക്കമൊഴിയുന്നതൊക്കെ ശിവരാത്രി എന്ന് പറയുന്ന ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ഈ ഉറക്കമൊഴിയുക നമുക്ക് ആ വിശ്വാസത്തിനോടും ഒരു വലിയൊരു കൗതുകമായിരുന്നു. അപ്പോൾ ഈ വിശ്വാസം ഈ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ഈ ഒരു വ്രതം എടുക്കുക എന്നൊക്കെ പറയുന്നത് കുട്ടിക്കാലമാകുമ്പോൾ നമ്മളെ ഓർമ്മകളിലേക്കൊക്കെ വരുന്ന പ്രധാനപ്പെട്ട ഓർമ്മകളിൽ ഒന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ഓർമ്മകൾ എനിക്കുമുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടികളുമായൊക്കെ സഹപാഠികളുമായൊക്കെ ചർച്ച ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ഇതിനൊക്കെ വലിയ രീതിയിലായിരുന്നു അന്നൊക്കെ ഈ ശിവരാത്രിയൊക്കെ നമ്മൾ ആ രീതിയിലായിരുന്നു നമ്മൾ ഈ വ്രതമൊക്കെ എടുത്തിരുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ എന്തെല്ലാമാണ് വിശേഷ ചടങ്ങുകൾ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷ ചടങ്ങുകൾ
എന്തൊക്കെയാണ് ശിവരാത്രിയായിട്ട്? ഭക്തജന തിരക്കുണ്ടോ? ശംഭോ മഹാദേവ. ത്രിപുരാന്തക ക്ഷേത്രം ഏകദേശം 1500 വർഷങ്ങളോളം പഴക്കമുള്ള ത്രിപുരാന്തക ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവമാണ് ഏറ്റവും പ്രാധാന്യമേറിയ മഹോത്സവം. ഈ ഉത്സവം ഇന്ന് രാവിലെ ശിവപൂജയോടുകൂടി ആരംഭിച്ചു. ഇനി ഉച്ചയ്ക്ക് ശേഷം പ്രദോഷ പൂജ, ഇളനീർധാര എന്നീ പ്രത്യേക വഴിപാടുകളാണ് ക്ഷേത്രത്തിലുള്ളത്. രാവിലെ 6 മണി മുതൽ വിവിധ കലാപരിപാടികൾ, പ്രത്യേകിച്ച് SLC പരീക്ഷ നടക്കുന്ന ഈ സമയമായതുകൊണ്ട് ഒരു 10 മണിയോടുകൂടി എന്താണെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ വിശേഷാൽ പൂജകളൊക്കെ പുരോഗമിക്കുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ശിവരാത്രി ദിനത്തിലെ കാഴ്ചകൾ അതാണ് പ്രേക്ഷകർ കണ്ടത്.